അങ്ങനെ 1 മണിക്കൂറത്തെ യാത്രയ്ക്ക് ശേഷം ഫ്ലോട്ടിംഗ് മാർക്കറ്റിലെത്തി. എല്ലാവരും നല്ലൊരു ഉറക്കം കഴിഞ്ഞ് വണ്ടിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. ഫ്ലോട്ടിംഗ് മാർക്കറ്റിന്റെ അകത്തേക്ക് കയറാനുള്ള പാസിനായിട്ട് ജോ പോയിട്ടുണ്ട്. ഞങ്ങളെല്ലാവരും പുറത്ത് തന്നെ നിന്നു. ജോ പാസുമായിട്ട് എത്തിയിട്ട് ഞങ്ങളെ വിളിച്ചു. ഞങ്ങൾ പതിയെ മുന്നോട്ട് കടന്നു. പാസ്സായിട്ട് ഇവിടെയും ഒരു സ്റ്റിക്കർ തന്നെയാണ്. ജോ അതെടുത്ത് കയ്യിൽ തന്നു. ദേഹത്ത് എവിടെയെങ്കിലും ഒട്ടിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ ആ പാസും കാണിച്ച് നേരെ ഫ്ലോട്ടിംഗ് മാർക്കറ്റിന്റെ അകത്തേക്ക് കയറി. ഇവിടെ നിന്നാണ് ഫ്ലോട്ടിംഗ് മാർക്കറ്റ് ആരംഭിക്കുന്നത് തന്നെ. അതിൻ്റെ ഒരു പ്രവേശന കവാടമാണിത്. എന്തായാലും നേരെ കയറി ചെന്നപ്പോഴത്തേക്കും അവിടെ നിന്ന് 2 പേര് ഫോട്ടോ എടുക്കാൻ വേണ്ടി വിളിച്ചു. എല്ലാവരും ഓടിച്ചെന്ന് ഫോട്ടോ എടുത്തു. ഫോട്ടോ എടുത്തു കഴിഞ്ഞപ്പോഴാണ് പണി കിട്ടിയത്. ഇവരുടെ കൂടെ ഒന്ന് ഫോട്ടോ എടുത്ത് നിങ്ങൾ എത്ര രൂപ എടുത്തു? 50 പെർ ഹെഡ്. എൻ്റെ ആക്രാന്തം എന്നായിരുന്നു? ഫോട്ടോ എടുക്കാൻ മാടി വിളിച്ചപ്പം ഓടിച്ചെന്ന് കയറിയതാ. എന്തായാലും 50 ബാത്ത് വെച്ച് കയ്യിൽ പോയി. ഇതൊരു ബിസിനസ് ആയിരുന്നെന്ന് പിന്നെ അറിഞ്ഞ്. അങ്ങനെ 50 ബാത്ത് പോയ വിഷമത്തി എല്ലാവരും നിൽക്കുമ്പോഴത്തേക്കും നമുക്ക് ഫ്ലോട്ടിംഗ് മാർക്കറ്റ് കറങ്ങാനുള്ള ഒരു ചെറിയ വള്ളം എത്തിയിട്ടുണ്ടായിരുന്നു. ഓരോ ട്രിപ്പായിട്ടാണ് ആൾക്കാരെ കയറ്റിക്കൊണ്ട് പോകുന്നത്. ആദ്യത്തെ ട്രിപ്പിൽ തന്നെ ഞാൻ ചാടി കയറി. ഈ മാർക്കറ്റിന്റെ ഒരു സൈഡിൽ കൊണ്ട് നമ്മളെ ഇറക്കി വിടും. അവിടെ നിന്ന് നമ്മൾ തിരിച്ച് നടന്നാണ് വരേണ്ടത്. ആ ഒരു സൈഡിൽ നിന്നാണ് മാർക്കറ്റ് ആരംഭിക്കുന്നത്. ഏകദേശം ഒരു 10 മിനിറ്റ് എടുത്തു ഈ മാർക്കറ്റിന്റെ ഒരു സൈഡിൽ എത്താൻ വേണ്ടി. ഈ വള്ളത്തിലൂടെയുള്ള യാത്ര എനിക്ക് ഓർമ്മ വന്നത് കാശ്മീരിലെ ഷിക്കാര റൈഡാണ്. അങ്ങനെ നമ്മൾ മാർക്കറ്റിന്റെ ഒരു സൈഡിലെത്തി. നമുക്ക് മുൻപേ പോയ ടീം നമ്മളെ കാത്ത് അവിടെ നിൽപ്പുണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും വള്ളത്തിൽ നിന്നിറങ്ങി. ഇനി മാർക്കറ്റ് കറങ്ങിയേക്കാന്ന് വെച്ചു. ഞങ്ങൾക്കുള്ള വഴികാട്ടിയായിട്ട് തന്നെ ജോ ഫ്രണ്ടിൽ തന്നെ നടപ്പുണ്ടായിരുന്നു. ഞങ്ങൾ ജോയുടെ പുറകെ നടന്നു. എന്തായാലും മാർക്കറ്റ് കറങ്ങി തീരുമ്പം ഒരു മണിക്കൂറിന്റെ മുകളിൽ സമയമെടുക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ഞങ്ങൾ മുന്നോട്ട് നടന്നു. ആവശ്യമുള്ള സാധനങ്ങൾ കണ്ടാ മേടിക്കാം എന്നുള്ള പ്ലാനുമായിട്ടാണ് നടക്കുന്നത്. മാർക്കറ്റ് എന്തായാലും അടിപൊളി തന്നെ. നല്ല വൃത്തിയുമുണ്ട്. സാധനങ്ങൾ അടുക്കി വെച്ചേക്കുന്ന കാണാൻ വേറൊരു ഭംഗിയുമാണ്. എന്തായാലും അതൊക്കെ ആസ്വദിച്ച് എല്ലാവരും മുന്നോട്ട് നടന്നു. അങ്ങനെ നടന്ന് മുന്നോട്ട് എത്തിയപ്പോഴത്തേക്കും ഫുഡിന്റെ കൗണ്ടർ എത്തി. എന്തായാലും ആദ്യം തന്നെ പോർക്കിന്റെ ഒരു വിഭവമാണ് കണ്ടത്. അതിനോട് ചേർന്ന് തന്നെ മുതലയുടെ തല അടുക്കി വെച്ചിരിക്കുന്നു. മുതല ഇറച്ചി കൊണ്ടോടെ 50 ബാത്താണ് ഈ ഒരു സ്റ്റിക്കിന് വരുന്നത്. 3 തരത്തിലുള്ള മസാല തേച്ചാണ് സാധനം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെ തൊട്ടടുത്തായി നല്ല കറുത്ത തേളും അതിന്റെ കൂടെ തന്നെ പലതരത്തിലുള്ള പുഴുക്കളും ഉണ്ട്. പിന്നെ നമ്മുടെ വീട്ടിലും ഉണ്ട്. എന്തായാലും കൊള്ളാം. ഇവരിതൊക്കെ എങ്ങനെ കഴിക്കുന്നു ആവോ. ഇതെല്ലാം കണ്ട് ഞങ്ങൾ നേരെ മുന്നോട്ട് നടന്നു. ഇതിന്റെ തൊട്ടടുത്തായിട്ട് തന്നെ ഒരു ടോയ് ഗണ്ണ് കണ്ടു. സംഭവം കൊള്ളാം കേട്ടോ. റബ്ബർ ബാൻഡ് ഇട്ടിട്ട് ഷൂട്ട് ചെയ്യുന്നൊരു ഗണ്ണ്. അതെന്തായാലും ഒരു വെറൈറ്റി തന്നെയായിരുന്നു. അതിനോട് ചേർന്ന് തന്നെ ഒരാളിരുന്ന് പടം വരയ്ക്കുന്നതായിട്ട് കണ്ടു. നേരെ അങ്ങോട്ട് പോയി. ഒരു രക്ഷയുമില്ല കേട്ടോ. നല്ല കിടിലൻ 3D പടം തന്നെ. കണ്ടിഷ്ടപ്പെടുന്നവർക്ക് ഇത് വാങ്ങിക്കൊണ്ടും പോവാം. എന്തായാലും അടിപൊളിയായിട്ട് തന്നെയാണ് വരച്ചു വെച്ചിരിക്കുന്നത്. അങ്ങനെ കാഴ്ചകളെല്ലാം കണ്ട് മുന്നോട്ട് നടന്നപ്പോഴത്തേക്കും നല്ല മലയാളത്തിൽ പാട്ട് കേൾക്കുന്നു. നോക്കിയപ്പോൾ ഇതേ ഒരു ടീം പോകുന്നതാ കണ്ടേ. ഈ കാഴ്ച എന്തായാലും കൊള്ളാം. പട്ടായ വന്നിട്ടൊരു മലയാളം പാട്ട് കേട്ടില്ല എന്നുള്ള പരാതി വേണ്ട. എന്തായാലും മാർക്കറ്റിലെ കാഴ്ചകളെല്ലാം കണ്ട് സാധനങ്ങളെല്ലാം വാങ്ങി ഞങ്ങൾ നേരെ പുറത്തേക്ക് ഇറങ്ങി. ഇനി ഇവിടുന്ന് ഇപ്പം നേരെ പട്ടായക്കാണ്. 3 ദിവസം സ്റ്റേ വരുന്നത് പട്ടായയില്. എല്ലാവരും പുറത്തേക്ക് ഇറങ്ങിയപ്പോഴത്തേക്കും നമുക്ക് പോകാനുള്ള വണ്ടിയും എത്തി. വണ്ടി വന്നതും എല്ലാവരും പോയി വണ്ടിയിലേക്ക് കയറി. നല്ല ക്ഷീണമുണ്ട് എല്ലാവർക്കും. ഇവിടെ നിന്ന് ഇനി റൂമിലേക്ക്. അവിടെ ചെന്ന് കുറച്ചേരം റെസ്റ്റ് എടുത്തിട്ട് വേണം രാത്രി പട്ടായ സിറ്റിയൊക്കെ ഒന്ന് കറങ്ങാൻ.